Hello മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ KDU BTech 2024 സ്കീം സ്റ്റുഡൻസിന്റെ S1 എക്സാംസ് കംപ്ലീറ്റ് ആയി. ഇനി S2യിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വീഡിയോസിന്റെ ഒക്കെ കമന്റ് സെഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു S1ൽ സപ്ലി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക, അത് പ്ലേസ്മെന്റിനെ എഫക്ട് ചെയ്യോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പാസ്സാവാൻ ബുദ്ധിമുട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും എക്സാംസ് കഴിഞ്ഞു. അപ്പൊ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സപ്ലൈ എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ചില എക്സാംസ് കുറച്ച് പേർക്കൊക്കെ ടഫ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. എനിവേ നമുക്ക് നോക്കാം. ഇന്റേണൽസ് അണ്ടർ ആയിട്ടുള്ളവർ, അതായത് ഇന്റേണൽസ് പാസ്സാവാത്തവരെ സംബന്ധിച്ചിടത്തോളം ടഫായിട്ടുള്ള എക്സാമിന് നിങ്ങൾക്ക് ആ ഒരു പാസ് മാർക്ക് മാത്രം കിട്ടിയാൽ പോരാ. ആ ഇന്റേണൽസിൽ എത്ര മാർക്ക് കുറഞ്ഞിട്ടുണ്ടോ ആ മാർക്ക് കൂടെ കോമ്പൻസേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്റ്റേണൽ മാർക്കിൽ കിട്ടണം. അപ്പോഴേ നിങ്ങൾ പാസ് ആവുള്ളൂ. ഓക്കെ, ആ കാര്യം ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത മാർക്ക് വരാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സപ്ലി വരും. പിന്നെ നമ്മൾ എത്ര പെർഫോം ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ചിലപ്പോ ഒരു ജസ്റ്റ് പാസിലൊക്കെ നമ്മൾ കയറുന്നവരുണ്ടാവും. ചിലപ്പോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ആ പേപ്പർ, ഞാനിപ്പോ പറയുന്നത് ഇന്റേണൽസ് കിട്ടാത്തവരുടെ കാര്യമാണ് കേട്ടോ. ഇന്റേണൽസ് നല്ല മാർക്ക് കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇന്റേണൽസിൽ അണ്ടർ ആയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഇന്റേണൽസിൽ മിനിമം മാർക്ക് കിട്ടാത്തവർക്കാണ് ഇങ്ങനെ സംഭവിക്കുക. കാരണം ചിലപ്പോൾ എക്സ്റ്റേണലിലെ പാസ് മാർക്ക് വന്നിട്ടുണ്ടാവും, പക്ഷെ നിങ്ങളുടെ ഇന്റേണൽസ് കോമ്പൻസേറ്റ് ചെയ്ത് മാർക്ക് വന്നില്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആവും. അങ്ങനെ കുറെ പേര് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എനിവേ അത് എന്തായാലും നമുക്ക് ഇനി റിസൾട്ട് വരുമ്പോ നോക്കാം. അപ്പൊ ഇനി നിങ്ങൾക്ക് സപ്ലി വന്നാൽ തന്നെ നിങ്ങൾക്ക് ചാൻസുകൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സീനിയേഴ്സിനെയൊക്കെ അറിയാം. ഇപ്പൊ മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ഔട്ട് സെമിന്റെ എക്സാം എഴുതണമെങ്കിൽ 1 ഇയർ വെയിറ്റ് ചെയ്യണം. പിന്നെ അടുത്ത ഔട്ട് സെം പരീക്ഷകൾ നടക്കുമ്പോഴാണ് അത് എഴുതാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈവൻ സെം. പക്ഷെ ഇപ്പോ അങ്ങനെയല്ല. ഔട്ട് സെം, ഈവൻ സെം എക്സാംസ് നമുക്ക് ഓരോ 6 മാസം കൂടുമ്പോഴും പരീക്ഷ വരുമ്പോൾ എഴുതാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ചാൻസുകൾ ഉണ്ട്. അപ്പോ അടുത്ത ഒരു ചാൻസ്, ഇപ്പൊ ഇൻ കേസ് സപ്ലി വന്നാൽ തന്നെ അടുത്ത ഒരു ചാൻസിൽ തന്നെ അത് എഴുതിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഇയറിന്റെ അതുപോലെ S3 ഒക്കെ സപ്ലി വന്നാലും മാക്സിമം അടുത്ത ഒരു ചാൻസിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് പോവാന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പൊ നമ്മൾ പഠിക്കുന്നതൊക്കെ ബേസിക് സബ്ജക്ട്സ് ആണ്. S3 S4 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെയിൻ കോർ സബ്ജക്റ്റുകളിലേക്കും പിന്നെ നമ്മുടെ പ്രോജക്റ്റുകളിലേക്കും അതിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഈ ബേസിക് സബ്ജക്ട് വീണ്ടും നമുക്ക് അതൊരു ഓവർഹെഡ് ആയിട്ട് കിടന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരു നെക്സ്റ്റ് ചാൻസിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അങ്ങനെ ക്ലിയർ ചെയ്ത് പോയില്ലെങ്കിൽ പ്രത്യേകിച്ച് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പോലെയുള്ളതൊക്കെ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി കുറച്ചു പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ക്യാമ്പസ് പ്ലേസ്മെന്റിനെ ഇത് എഫക്ട് ചെയ്യുമോ, സപ്ലി വന്നു കഴിഞ്ഞാൽ എഫക്ട് ചെയ്യുമോ എന്ന്. അപ്പൊ ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് S6, S7, S8 ആ ഒരു പീരീഡിലൊക്കെയാണ് ക്യാമ്പസ് പ്ലേസ്മെന്റ് വരിക. അതായത് ഓൺ ക്യാമ്പസ് പ്ലേസ്മെന്റ് വരാം. അത് നമ്മൾ ക്യാമ്പസിൽ വന്നിട്ട് നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോ അവിടെ നമുക്ക് സപ്ലി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ചില കമ്പനീസ് 1 or 2 സപ്ലീസ് അലോ ചെയ്യാറുണ്ട്. മിക്കവാറും കമ്പനീസ് അവർ ഇന്റർവ്യൂവിന് വരുന്ന സമയത്തേക്ക് സപ്ലി ക്ലിയർ ചെയ്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ബാക്ക് പേപ്പേഴ്സ് ആ സമയത്ത് ഉണ്ടാവരുത്. അപ്പൊ നമുക്ക് S1ൽ ഒരു സപ്ലി വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ചാൻസിൽ അത് എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഓക്കെ പറയുന്നവരുണ്ട്. അവിടെ നമ്മൾ ആലോചിക്കണം, നമുക്ക് നെക്സ്റ്റ് വരുന്ന ചാൻസിൽ തന്നെ അത് എഴുതിയെടുത്താലാണ് ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ റിസൾട്ട് ഒക്കെ വന്നിട്ട് നമുക്ക് ബാക്ക് പേപ്പേഴ്സ് ഇല്ല എന്ന് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാൻസ് കിട്ടിയില്ല, പിന്നെ നെക്സ്റ്റ് ചാൻസിലേക്ക് അങ്ങനെ വരുന്തോറും എന്താണ്, ചിലപ്പോൾ ഇന്റർവ്യൂ നമുക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ എക്സാം എഴുതിയിട്ടുണ്ടാവും, ആ സമയത്തേക്ക് റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരും. ഇനി ചില കമ്പനീസ് മാത്രമാണ് അതായത് സപ്ലി ഹിസ്റ്ററി തന്നെ ഉണ്ടാവാൻ പാടില്ല, എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയവരെ മാത്രമേ എടുക്കുള്ളൂ ഇന്റർവ്യൂവിന് എന്ന് പറയുന്ന വളരെ റെയർ ആയിട്ടുള്ള കമ്പനീസ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സപ്ലി വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മിക്കവാറും കേസുകളിൽ നമ്മൾ ഇന്റർവ്യൂവിന് വരുന്ന സമയത്ത് സപ്ലി ഉണ്ടാവരുതെന്ന് മാത്രമേ പറയാറുള്ളൂ. ചില കമ്പനീസ് ഈ പറഞ്ഞ പോലെ 1 or 2 സപ്ലീസ് അലോ ചെയ്യുകയും ചെയ്യും. അപ്പൊ അത് നമ്മുടെ കോളേജിൽ വരുന്ന കമ്പനീസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മാക്സിമം നമ്മൾ സപ്ലി ഒഴിവാക്കുക. അപ്പൊ പ്ലേസ്മെന്റിന് അല്ലെങ്കിലും നമുക്ക് നമ്മളിത് എക്സാം എഴുതുന്നതും പ്രിപ്പയർ ചെയ്തും പഠിക്കുന്നതും ഒക്കെ എന്താ ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്, അത് കഴിഞ്ഞിട്ട് ഒരു ജോബിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. മാക്സിമം സപ്ലി ഇല്ലാണ്ടിരിക്കുക. പക്ഷെ എന്നിരുന്നാലും നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും ചിലപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ
കുറച്ച് സ്റ്റുഡൻസ് മെസ്സേജ് ചെയ്തിരുന്നു, ചില ക്വസ്റ്റ്യൻസ് വായിച്ചത് മാറിപ്പോയി, ഗ്രാഫിക്സിൽ വരച്ചത് മാറിപ്പോയി. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ വന്നാൽ തന്നെ നെക്സ്റ്റ് ചാൻസിൽ തന്നെ അത് എഴുതിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. പിന്നെ എന്തായാലും ഫസ്റ്റ് സെം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യത്തെ എക്സാം ആയിരുന്നു അല്ലെ, ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം ആയിരുന്നു. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് പലർക്കും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് അറിയില്ല, എങ്ങനെ എഴുതിയ മാർക്ക് കിട്ടും എന്നറിയാം. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയി അല്ലെ, ഫസ്റ്റ് സെമ്മില് എക്സാം എഴുതിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയി. ആ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് നമ്മൾ സെക്കൻഡ് സെമ്മിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതായത് എങ്ങനെ പഠിച്ചാൽ അല്ലെങ്കിൽ എങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത്. ഇപ്പൊ കുറെ കുട്ടികൾ അവസാനത്തെ നമുക്കറിയാം റിവിഷൻ വീഡിയോസ് ഇടുമ്പോൾ അത് ഒരുപാട് പേര് റിവിഷൻ വീഡിയോസ് മാത്രം വെച്ചിട്ടൊക്കെ പഠിച്ചു പോകും. അതൊക്കെ ഒരു ലെക്കിൽ നമ്മൾ കയറുന്നു മാത്രമേ ഉള്ളൂ. അവസാനത്തെ ഒരാഴ്ചയും കൊണ്ട് പഠിച്ച് എഴുതി ഉണ്ടാക്കേണ്ടതല്ല ഒരു സെം എക്സാം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ആദ്യം മുതൽ സെം തുടങ്ങുമ്പോൾ മുതൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു വന്നാൽ നമുക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. റിവിഷൻ സമയത്ത് ആ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോകുമ്പോൾ അത് നമ്മളൊരു ഭാഗ്യ പരീക്ഷണം പോലെയാണ്. ആ ചോദ്യം അതേപോലെ വന്നാൽ നമുക്ക് എഴുതാൻ കിട്ടും. അതിന്റെ അപ്പുറം നമ്മളൊന്ന് ഫിഗർ മാറി വന്നാൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം. അപ്പൊ അങ്ങനെയൊന്നും ബഗ്ഗപ്പ് ചെയ്ത് പഠിക്കേണ്ടതുമല്ല എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സെമിസ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് വേണ്ട റിസോഴ്സസ് നിങ്ങൾക്ക് പുറത്തുനിന്നാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ട്യൂഷൻ ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഇന്ന സബ്ജക്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, മാത്സ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആദ്യം തന്നെ അത് ചെയ്യാതെ അവസാന നിമിഷം വന്നിട്ട് നമ്മൾ ട്യൂഷന് ജോയിൻ ചെയ്തിട്ടോ പെട്ടെന്ന് മഗപ്പ് ചെയ്ത് പഠിച്ചിട്ടോ ഒന്നും പോവരുത്. അപ്പൊ അത് ആ ഫസ്റ്റ് സെം എക്സാം കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ കുറെ പേരുണ്ട്, അതായത് ഡേ ബിഫോർ എക്സാം ഒക്കെ എന്തെങ്കിലും കുറെയൊക്കെ പഠിച്ചുകൊണ്ട് ഇത് എന്താണെന്നറിയോ, ചിലർക്ക് ഇത് ശരിയാവും പക്ഷെ എല്ലാവർക്കും ശരിയാവണമെന്നില്ല. ചിലര് ഓക്കെ തലേ ദിവസം പഠിച്ചിട്ടാണെങ്കിലും ചിലപ്പോൾ അവരുടെ ഒരു ലക്കിന് വേണ്ടിയിട്ട് അതേപോലെ ക്വസ്റ്റ്യൻസ് വന്ന് അത് എഴുതി അവർ പാസ്സാവും. പക്ഷെ എല്ലാ പ്രാവശ്യവും അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിൽ വെക്കുക. അടുത്ത സെമിസ്റ്റർ ഇപ്പൊ കഴിഞ്ഞത് കഴിഞ്ഞു, അടുത്ത സെമിസ്റ്ററിലെങ്കിലും കൃത്യമായി ആദ്യം മുതൽക്ക് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. S2 നമ്മൾ ഒരു സപ്ലൈ ഇല്ലാണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് എടുക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉറപ്പിക്കുക. ഓക്കെ, അപ്പൊ ലേണിനോ എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നമ്മുടെ യൂട്യൂബിൽ കൃത്യമായ അപ്ഡേറ്റുകൾ ഉണ്ട്. ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് S2 കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ സിലബസ് അനുസരിച്ച് ഓരോ സബ്ജക്റ്റിന്റെയും ക്ലാസ്സുകളാണ്. അപ്പൊ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് S2 കോഴ്സിലുള്ളത് നിങ്ങൾക്ക് അത് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് നോക്കിയാൽ മനസ്സിലാവും. അതിൽ ലെക്ചേഴ്സും നോട്ട്സും പേഴ്സണൽ മെന്ററിംഗും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ലേണിനോ ഹോപ്പ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലാണ് നമ്മൾ ഈ പേഴ്സണൽ മെന്ററിംഗ് കൊടുക്കുന്നത്. അതായത് നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ നിങ്ങൾക്ക് ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമ്മുടെ മെന്ററുമായിട്ട് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാം. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. സോ ലേണിനോടൊപ്പം നിങ്ങളും പഠിക്കുക, ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിച്ച് നല്ലൊരു ജോബിൽ എത്തുക എന്നുള്ളതാണ് നമ്മൾ എഞ്ചിനീയറിംഗ് കഴിയുമ്പോൾ നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം എപ്പോഴും മനസ്സിലുണ്ടാവാം. താങ്ക് യു.